Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala Muhammadin wa ala ali Muhammad. Kama sallaita ala Ibrahim wa ala ali Ibrahim. Innaka Hamidun Majid. Allahumma barik ala Muhammadin wa ala ali Muhammad. كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിയുന്നത്ര സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാം എല്ലാവരും ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ അടിമകളിൽ ഉൾപ്പെടുന്നവരും ഉടമയായ അല്ലാഹുവും അടിമകളായ നമ്മളും തമ്മിലുള്ള വ്യത്യാസം, വേർതിരിവ് എന്താണെന്ന് മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാണ്. അല്ലാഹുവിന്റെ അടിമകളിൽ, അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും തന്നെ അവന്റെ മാത്രമായിട്ടുള്ള കഴിവുകളെയും പ്രത്യേകതകളെയും വിശേഷണങ്ങളെയും സവിശേഷതകളെയും അവകാശപ്പെടുക എന്നത് ഇസ്ലാം അനുവദിച്ചതോ ആരെക്കൊണ്ടെങ്കിലും സാധിക്കുന്നതോ ആയ കാര്യമല്ല. അത്രത്തോളം പ്രത്യേകതയുള്ളതും മറ്റൊരാൾക്കും അവകാശപ്പെടാൻ സാധിക്കാത്തതുമായ സ്ഥാനമാണ്, മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളത്. ഇത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ക്രമപ്പെടുത്താൻ, തിട്ടപ്പെടുത്താൻ സാധിക്കുക എന്നത് വിശ്വാസികൾക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. ലോകത്ത് എല്ലാവരെ കൊണ്ടും സാധിക്കണമെന്നില്ല. മനുഷ്യരെ മാത്രം എടുത്താൽ തന്നെ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാനും തിരിച്ചറിയാനും സാധിക്കും. ഇനി മനുഷ്യരല്ലാത്ത എത്രയോ സൃഷ്ടികൾ, അവരുടെ പ്രകൃതവും പ്രവർത്തനങ്ങളുമൊക്കെ നിരീക്ഷിച്ചാൽ പല സ്വഭാവത്തിൽ, പല നിലക്ക് അവരുടെ കാര്യങ്ങൾ സംഭവിക്കുന്നത്, ഉണ്ടാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തിയതും
അവനെ സംബന്ധിച്ച് പറഞ്ഞതുമായ കാര്യങ്ങൾ അതിൽ യാതൊരു ന്യൂനതയും ഒരു കുറവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഒരു അപാകതയുമില്ലാത്ത എല്ലാ നിലക്കും പൂർണ്ണത ഉള്ളതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലാഹു ഏറെ ദയ കാണിക്കുന്നവനാണ്. അടിമകളായ നമ്മോട് അങ്ങേയറ്റം വളരെ അധികം റഊഫായവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന് മാത്രമായിട്ടുള്ള എത്രയോ നാമങ്ങൾ, ആ നാമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു റഊഫാണ്. റഊഫ് എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുന്നവൻ എന്നാണ്. അടിമകളായ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നിമിഷങ്ങളിൽ, എത്രയോ സന്ദർഭങ്ങളിൽ നമുക്കറിയുന്ന, നമ്മളുമായി അടുത്തു നിൽക്കുന്ന, നമുക്കറിയാത്ത ആളുകളോട് പലപ്പോഴും ദയ കാണിക്കാൻ കഴിയാതെ വാശി കാണിച്ചും അല്ലെങ്കിൽ ആലോചനക്ക് മാറ്റിവെക്കും. ദയ കാണിക്കണോ കാണിക്കണ്ടേ, അതല്ലെങ്കിൽ മറ്റുള്ളവരോട് ആലോചിക്കട്ടെ, അവരുമായി ചർച്ച ചെയ്യട്ടെ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പല നിമിഷങ്ങളിലും നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് അല്ലാഹു അനുവദിച്ചിട്ടുള്ള, നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സ്വഭാവത്തിന്റെ കാര്യത്തിൽ എത്രയോ പിറകിലാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ ഒരു പ്രത്യേകതയായി നമ്മളെ പഠിപ്പിച്ച കാര്യം എന്താണ്? വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹ്. അല്ലാഹുവിനെ പറ്റി നല്ല ഒരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്താണ് ആ മുന്നറിയിപ്പ്? അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിൽ വിശ്വാസമില്ലാതെ തോന്നിയതുപോലെ ഒരാൾ ജീവിച്ചാൽ അവന് തക്കതായ ശിക്ഷ ഉണ്ടാകും. അത് റബ്ബിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മുന്നറിയിപ്പാണ്. അതോടൊപ്പം അല്ലാഹുവിനെ അനുസരിച്ച് അവന്റെ കൽപ്പനകൾ സ്വീകരിച്ച് അവന്റെ തൃപ്തിക്കു വേണ്ടി പരിശ്രമിക്കുന്ന, പണിയെടുക്കുന്ന ആളുകളെ അല്ലാഹു വെറുതെയാക്കുകയില്ല. അവർക്ക് വളരെ നീതിയോടുകൂടിയ ഏറ്റവും നല്ല നിലക്കുള്ള കൂലിയാണ്, സമ്മാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളത്. ശേഷം അല്ലാഹു പറഞ്ഞു, വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. അല്ലാഹു തന്റെ അടിമകളോട് ദയയുള്ളവനാണ്, റഊഫാണ്. സഹോദരങ്ങളെ, ഈ ഒരു സവിശേഷത പരിപൂർണമായി അവകാശപ്പെടാൻ, ഒരു ന്യൂനതയുമില്ലാതെ, ഒരു കുറവുമില്ലാതെ അവകാശപ്പെടാൻ അടിമകളായ നമുക്ക് സാധിക്കുകയില്ല. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു നമ്മോട് റഊഫായിട്ടുണ്ട്, ദയ കാണിക്കുന്നവനായിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നു, ലിഅല്ലാ യതൂലു അലൈനൽ അമദു ഫതഖ്സു ഖുലൂബനാ. കാലങ്ങൾ നീണ്ടുപോകുക, നമുക്ക് മാറണമെന്നില്ല, ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പല തിന്മകളിലും, വേണ്ടാത്തരങ്ങളിലും, ആഭാസങ്ങളിലും, തെറ്റുകളിലും മുഴുകി കാര്യങ്ങൾ തെറ്റാണ്, മോശമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മുടെ ഹൃദയം കടുത്തുപോകുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുക. ഈ ഒരവസ്ഥ നമ്മെ ബാധിക്കാതിരിക്കാൻ നമ്മുടെ മനസ്സിലേക്ക് വരണം, എന്റെ റബ്ബ് റഊഫാണ്, ദയ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് മഗ്ഫിറത്തിനെ തേടണം, തൗബ ചെയ്യണം. ഈ ബോധത്തിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടിയാണ്. വലിയുജ്മിഅ ലനാ ബൈന തർഗീബ് അൽ മൂജിബ് ലിർറജാഇ വൽ അമലി സ്വാലിഹ്. നമുക്ക് വല്ലാത്ത ഒരു പ്രതീക്ഷ, വല്ലാത്ത ഒരു പൂതി നമ്മുടെ മനസ്സിലേക്ക് തരികയാണ്. എന്താണ് ആ പൂതി? നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ, റബ്ബിൽ പ്രതീക്ഷ വെച്ചാൽ എനിക്ക് വിജയമുണ്ടാകും, എനിക്ക് നേട്ടമുണ്ടാകും. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾക്ക് സമയം കാണണം, പ്രതീക്ഷ വിടാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. അത് പഠിപ്പിക്കുന്ന നാമമാണ് അല്ലാഹു റഊഫാണ്. അതുപോലെ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ വലിയ വലിയ പാപങ്ങളിലേക്ക്, കൂടുതൽ ദോഷങ്ങളിലേക്ക് എന്നെ എത്തിക്കും. അതുവഴി നാളെ അല്ലാഹു ഒരുക്കിയിട്ടുള്ള
നരകമാണ് എന്നെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കണം, ഇതെല്ലാം വെടിയണം. ഈ ചിന്ത നമ്മിലേക്ക് നൽകും വിധമാണ് അല്ലാഹു റഊഫാണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റം, നമ്മുടെ ഇടപെടലുകൾ എത്ര ആളുകളെയാണ് തെറ്റിലേക്ക് നയിക്കുന്നത്, എത്ര ആളുകളെയാണ് നന്മയിൽ നിന്ന് തടയാനും മുടക്കാനും വഴിയാകുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദയ കാണിക്കുന്ന പോലെ അടിമകളായ നമുക്ക് ആരോടും ദയ കാണിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അല്ലാഹു നമ്മോട് ദയ കാണിക്കുന്ന പോലെ അടിമകളിൽ ഒരാളും നമ്മോട് ദയ കാണിക്കുകയില്ല. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്ന ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതൊരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി ഇസ്ലാം പഠിപ്പിച്ച കാര്യം എന്താണ്? വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് അല്ലാഹു. കാരുണ്യത്തിന്റെ ഉടമയാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ആദ്യം പരിചയപ്പെടുത്തിയത് അർ-റഹ്മാൻ, പരമകാരുണികനാണ്. എല്ലാവരോടും 24 മണിക്കൂറിൽ നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, 24 മണിക്കൂറിൽ പകുതി മണിക്കൂർ നല്ല ആളായി ജീവിക്കുന്നവന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ കാൽഭാഗം, ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയം നല്ലവനായി ജീവിക്കുന്നവന് മാത്രമല്ല, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല, പവിത്രമാക്കപ്പെട്ട നാടുകളിൽ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, മക്കത്തും മദീനത്തും അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമല്ല, ലോകത്തെല്ലാവർക്കും, ഭൂമിയിലുള്ളവർക്ക് മാത്രമല്ല, ആകാശലോകത്തുള്ളവർക്ക്, അവക്കിടയിലുള്ളവർക്ക്, ഭൂമിയുടെ അടിയിലുള്ളവർക്ക്, ഭൂമിയുടെ മുകളിലുള്ളവർക്ക്, ആകാശഭൂമികൾക്കിടയിലുള്ളവർക്ക്, എല്ലാവർക്കും അല്ലാഹു റഹ്മാനാണ്. അവിശ്വാസി പെട്ടു, തമ്മാടി പെട്ടു, വിശ്വാസി പെട്ടു, വെറും മുസ്ലിമായി ജീവിക്കുന്നവൻ പെട്ടു, ധിക്കാരി പെട്ടു, അഹങ്കാരി പെട്ടു, എല്ലാവരും അർ-റഹ്മാൻ, പരമകാരുണികന്റെ ആ കാരുണ്യം ആസ്വദിച്ച് അത് വേണ്ടുവോളം ഉപയോഗിച്ച് സുഖിച്ച് ഞെളിഞ്ഞ് ജീവിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതുപോലെ നമുക്കാകാൻ കഴിയുമോ? ഒരിക്കലുമില്ല. മരിച്ചവർക്ക് സാധിക്കുമോ? ഇല്ല. ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും തലങ്ങളിൽ കഴിയുന്ന ഒരാൾക്ക് സാധിക്കുമോ? ബാപ്പാക്ക് മക്കളോട് കഴിയുമോ? ഉമ്മാക്ക് മക്കളോട് കഴിയുമോ? ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി മക്കൾക്ക് സാധിക്കുമോ? ഇല്ല. കുടുംബങ്ങൾക്ക്, നാട്ടുകാർക്ക് ആർക്കും കഴിയൂല. ലോകം മുഴുവൻ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഒരുമിച്ചാൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന്റെ സമമാവുകയില്ല, തുല്യമാവുകയില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയാൽ ജീവിതത്തിന്റെ പല രംഗങ്ങളിലും നമുക്ക് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ മാന്യത, സഹോദരങ്ങളെ, അത് കളയാതെ നശിപ്പിക്കാതെ ജീവിക്കാൻ കഴിയും. പല ആളുകൾക്കും ദേഷ്യം വന്നാൽ അവരെ നോക്കുന്നവർ പറയും, എന്തൊരു മനുഷ്യനാണ്, എന്താണ് അയാൾ ഇങ്ങനെ, തൊട്ടതിനും പിടിച്ചതിനും കേട്ടതിനും പറഞ്ഞതിനും ഒക്കെ തുള്ളിച്ചാടി മോന്ത വീർപ്പിച്ച് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ കണ്ടോ, എന്തേ, ഒരു ദേഷ്യാണ്. അല്ലെങ്കിൽ കാരണങ്ങൾ അറിയാതെ ഇടപെടും. ഞാൻ ആരെ നേർക്കാണോ ചാടുന്നത് അയാൾ നിരപരാധിയാണോ അല്ലയോ എന്ന് അന്വേഷിക്കാതെ പറയാനുള്ളത് പറയും, ചെയ്യാനുള്ളത് ചെയ്യും. എന്നിട്ട് അവസാനം അത് നിരപരാധിയായിരുന്നു, അങ്ങനെയിരുന്നു, ഞാൻ അറിഞ്ഞില്ല, അതെപ്പോ ചെയ്യണം, ആദ്യം അറിയണം, ചാട് മുമ്പ് അറിയണം. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ പറ്റും. ചില ആളുകൾ വേറെ ചില ആളുകളെ വേദനിപ്പിക്കാൻ വേണ്ടി പല കളികളും കളിക്കും. അങ്ങനെ കളിച്ച് അവസാനം അതൊക്കെ പിടിക്കപ്പെട്ട് പ്രശ്നമായി. അപ്പോഴാക്കാരം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു വഷളത്തരം, ഒരു ജാള്യത ഉണ്ടാകുക. ആ പണിക്ക് പോകരുത്. ശാരീരികമായി മാനസികമായി രോഗമോ മറ്റ് പ്രയാസങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ സർവം മറന്ന്, എല്ലാം മറന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ്, അങ്ങനെയല്ല. അവിടെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ സാധിക്കണമെങ്കിൽ റഹ്മാനായ എന്റെ റബ്ബുണ്ട്. ആ റബ്ബിന്റെ റഹ്മത്ത് അതെനിക്ക് കിട്ടും
ഏതെങ്കിലും വിധേന കിട്ടും. ഇത് മനസ്സിലാക്കി ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ നിങ്ങൾ, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം എല്ലാറ്റിലും വ്യാപിച്ചു കിടക്കുന്നു, സർവത്തിലും വ്യാപിച്ചു കിടക്കുന്നു. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നമുക്ക് വെള്ളം, നമുക്ക് വായു, നമുക്ക് വെളിച്ചം, നമുക്ക് ഭക്ഷണം, ഈ ഭൂമിയെപ്പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഒരു മഹദാക്കി, ഒരു തൊട്ടിലാക്കി എന്നാണ്. ഒരു തൊട്ടിലിന്റെ സുഗന്ധാണ്. ആ തൊട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു കുട്ടിയുടെ സന്തോഷം എത്രയാണ്, ആഹ്ലാദം എത്രയാണ്, സുഖം എത്രയാണ്. സഹോദരങ്ങളെ, ഈ ഭൂമിക്കല്ല കൊടുത്ത പേര് അർള് എന്ന് മാത്രമല്ല, മഹദാണ്, ഒരു തൊട്ടിലാണ്. ആകാശലോകത്തെ ഒരു മേൽക്കൂരയാക്കി തന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്. അതൊക്കെ ഈ റഹ്മത്തിന്റെ ഉള്ളിലാണ്. അത് ജന്തുക്കൾക്ക്, സസ്യങ്ങൾക്ക്, ജിന്നുകൾക്ക്, മലക്കുകൾക്ക്, മനുഷ്യർക്ക്, പ്രാണികൾക്ക്, എല്ലാറ്റിനും ആ റഹ്മത്തുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹുവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളിൽപ്പെട്ട മലക്കുകൾ, ആ മലക്കുകളുടെ പ്രാർത്ഥന എന്താ? റബ്ബനാ, ഞങ്ങളുടെ നാഥാ, വസിഅത കുല്ല ഷൈഇൻ റഹ്മത്തൻ വ ഇൽമാ, നിന്റെ കാരുണ്യവും നിന്റെ അറിവും എല്ലാറ്റിലും ഉണ്ടല്ലോ അല്ലാ. എല്ലാം അറിയുന്നവനാണല്ലോ നീ. അതുപോലെ തന്നെ എല്ലാറ്റിനും വേണ്ട കാരുണ്യം കൊടുത്തവനാണ്, കണക്കാക്കിയവനാണ് നാഥ. ഇത് മനസ്സിലാക്കിയാൽ എനിക്ക് കുറഞ്ഞു, ഞാനെന്തെങ്ങനെ, ഞാനൊരു ദരിദ്രവാസി, ഒരു ഇല്ലാത്തവൻ, അവരുള്ളവൻ, ഈ വർത്താനം ഉണ്ടാകൂല, ആ ചിന്ത ഉണ്ടാകൂല. എന്റെ സഹോദരങ്ങളെ, എന്റെ പോക്കറ്റിലുള്ളത്, എന്റെ അക്കൗണ്ടിലുള്ളത്, എന്റെ മേശയിലുള്ളത്, എന്റെ വരുമാനം അതെന്റെ റബ്ബിന്റെ റഹ്മത്താണ്. അതെന്റെ റബ്ബിന്റെ റഹ്മത്താണ്. ഞാൻ നേടിയ അറിവ്, എന്റെ കഴിവ് എന്റെ റബ്ബ് റഹ്മത്തായി തന്നതാണ്. മതി, അവിടെ തീർന്നു. അഹങ്കാരത്തിലേക്കും കബളിപ്പിക്കുക, പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക, അസൂയ, ഏഷണി ഒന്നിലേക്കും നമ്മൾ പോകൂല. അല്ലാഹു റഹ്മാനാണ് എന്ന് മനസ്സിലാക്കിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹ് പൊറുത്തുതാ, വർഹംനി, എന്നോട് റഹ്മത്ത് കാണിക്കുന്നതാ, റഹ്മത്ത് കാണിക്ക്. സഹോദരങ്ങളെ, നന്നായി ശ്വസിക്കാൻ കഴിയുന്ന ഒരാൾക്ക് ഒരു ചെറിയ ശ്വാസം മുട്ട്, അല്ലെ, ഒരു ചെറിയ ശ്വാസം മുട്ട്, ഒന്നും വേണ്ട, നമ്മൾ തിന്നുന്ന ചോറ് തൊണ്ടയിൽ കുടുങ്ങി കുറച്ചു നേരം നമ്മൾ അനുഭവിക്കുന്ന ആ വെപ്രാളം നോക്കൂ നിങ്ങൾ. ഒരു ചെറിയ മുള്ളു കുടുങ്ങിയാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസം നോക്കൂ നിങ്ങൾ. വെള്ളം കുടിക്കുമ്പോ ഒന്ന് തരിപ്പിപ്പോയാൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെത്രേ. സഹോദരങ്ങളെ, അവിടുന്നെല്ലാം നമുക്ക് ആശ്വാസം തരുന്നവൻ അത് റഹ്മാനായ റബ്ബാണ്. ഈ ബോധത്തിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയാൽ അത് വളരെ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ കോപത്തേക്കാൾ അവന്റെ റഹ്മത്ത് മുമ്പിലാണെന്നാണ്. അള്ളാന്റെ കോപമാണ് മുമ്പിലെങ്കിൽ സഹോദരങ്ങൾ, എന്താ കാരണം നമ്മളൊക്കെ അവസ്ഥ? രഹസ്യമായും പരസ്യമായും മറ്റുള്ളവർ കാണാതെയും കണ്ടുമൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ആ നിമിഷം മുതൽ നാം പിടിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിപ്പിച്ചു, ലമ്മാ ഖലല്ലാഹുൽ ഖൽഖ, അല്ലാഹു സൃഷ്ടിപ്പ് നടത്തി, എല്ലാ സൃഷ്ടികളെയും അല്ലാഹു സൃഷ്ടിച്ചു. കതബ ഇൻദഹു ഫൗക അർശിഹി, അർശിന്റെ മുകളിലായി അള്ളാഹുവിന്റെ അടുക്കൽ അവൻ രേഖപ്പെടുത്തി വെച്ചു, ഇന്ന റഹ്മതി, എന്റെ കാരുണ്യം, സബഖത്ത് വളബി, എന്റെ ദേശത്തെ മുൻകടന്നിരിക്കുന്നു. ദേഷ്യം എന്നതും അള്ളാഹുവിന്റെ വിശേഷണമാണ്, റഹ്മത്ത് എന്നതും അള്ളാഹുവിന്റെ വിശേഷണമാണ്. രണ്ടും അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിക്കും വിധം അള്ളാഹ് പഠിപ്പിച്ച വിശേഷണങ്ങളാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ധാരാളം വേണ്ടുവോളം നമുക്ക് ലഭിക്കുന്നു അള്ളാഹുവിന്റെ റഹ്മത്ത്. അതുകൊണ്ടാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് വന്നപ്പോ ബനൂ ഇസ്രായേല്യർ തെറ്റിക്കപ്പെട്ടത് കണ്ടു. ഹാറൂൻ നബി അലൈഹിസ്സലാമയോട് അവരെ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചാണ് മൂസാ നബി അലൈഹിസ്സലാം പോയത്. തിരിച്ചു വന്നപ്പോ അവരെ കോലം മാറി, ഒരു പശുക്കുട്ടിയുടെ പിന്നാലെ പോയി അവർ. മൂസാ നബി അലൈഹിസ്സലാം പെട്ടെന്ന് വന്നിട്ട് ഹാറൂൻ നബിന്റെ നേരെ ചാടിയിട്ട് താടിക്ക് പിടിച്ചിട്ട് പറഞ്ഞു, എന്താണ് ഇവരെ തടഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതാ ആദ്യം ചോദിച്ചത്. ഹാറൂൻ നബി അലൈഹിസ്സലാമയുടെ കാരണം ബോധിപ്പിക്കൽ കേൾക്കാൻ നിന്നില്ല, ഒരു വേഗത അവിടെ ഉണ്ടായി. പിന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാം കാര്യം പറഞ്ഞു കൊടുത്തപ്പോ മൂസാ നബി അലൈഹിസ്സലാമുക്ക് ബോധ്യപ്പെട്ടു. ആ നിമിഷം മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു കാര്യമുണ്ട്, ഖാല റബ്ബി ഗ്ഫിർലി, അല്ലാഹ് എനിക്ക് പുറത്തു താ, വലി അഖീ,
എന്റെ സഹോദരനും പൊറുത്തുതാ, വാദ്ഖിൽനാ ഫീ റഹ്മതിക, നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണം, വഅൻത അർഹമുർ റഹീമീൻ, കരുണ കാണിക്കുന്നവരിൽ ഏറ്റവും അർഹമ നീയാണ് നാഥാ. നോക്കൂ നിങ്ങൾ, നിരപരാധിത്വം തെളിഞ്ഞു. ഹാറൂൻ നബി അലൈഹിസ്സലാമയുടെ നേരെ വേഗത്തിൽ ചാടിയത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഉടനെ റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞു. അല്ലെ, പൊതുവെ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താ? തെറ്റാണെന്ന്, തെറ്റിന്റെ ഭാഗത്താ സംഭവിച്ചെന്ന് കണ്ട വേഗം തലയും ചൊറിഞ്ഞുകാണ്ട് വേറെ വഹിക്കണം പോകും. അല്ലെ, നമ്മൾ ആരോടാണോ കാണിച്ചത്, എന്നാ സോറിട്ടോ, ഞാൻ അറിഞ്ഞില്ലട്ടോ എന്നൊന്നും ഞാൻ ഇനി പോകണോട് പറയാൻ പോകുന്നില്ല. എന്തേ ആ വർത്തമാനത്തിന് കാരണം? അർഹമുർ റഹീമീൻ, റഹ്മത്ത് കാണിക്കുന്നവരിൽ ഏറ്റവും അർഹം അല്ലാഹയാണ്. ആ ബോധമുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതിനും നമുക്ക് കഴിയൂല. ആരെ മുമ്പിലും നമ്മൾ തല താഴ്ത്തിയിട്ട് തെറ്റിപ്പോയടാ, എന്റെ വാക്ക് ഏറിപ്പോയിട്ടോ ഒന്നും വിചാരിക്കരുത്. അപ്പത്തെ ഒരു സമയത്ത് ഞാനങ്ങനെ ചെയ്തു. എന്തൊരു സ്നേഹമാണ് നോക്കൂ നിങ്ങൾ, എന്തൊരു സൗഹൃദമാണ് നോക്കൂ നിങ്ങൾ. എന്താണ് സഹോദരങ്ങളെ അവിടെ വിടർന്നത്? എന്താണ് ആ ഒരു വല്ലാത്ത ഒരു നിമിഷമാണ്. എത്ര പ്രശ്നങ്ങൾ അതിലൂടെ ഇല്ലാതെയാകും. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നേരെ സഹോദരങ്ങളൊക്കെ ഇടപെട്ടു. സഹോദരങ്ങൾക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമയോട് വല്ലാത്തൊരു ദേഷ്യം ഉണ്ടായി, വല്ലാത്തൊരു ആ ഒരു അസൂയ, ഒരു വെറുപ്പ് അവർക്കുണ്ടായി. എന്തുണ്ടായത്? അവസാനം അതൊക്കെ ശരിയായിരുന്നില്ല എന്ന് ബോധ്യപ്പെട്ട് അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? ലാ തസ്രീബ അലൈക്കുമുൽ യൗമ, ഇല്ലട്ടോ നിങ്ങളോട് എനിക്കൊന്നുമില്ല, ഒരു പ്രശ്നമല്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അല്ലാഹ് നിങ്ങൾക്ക് പുറത്തിരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാഹ് അർഹമുർ റഹീമീനാണ്, അല്ലാഹ് അർഹമുർ റഹീമീനാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം അവരോട് അന്ന് പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കാണി, ഈ ഒരു നിലപാട് സഹോദരങ്ങളെ നമ്മുടെ സ്വഭാവത്തിലേക്കൊന്ന് വന്നാൽ എന്തൊരാശ്വാസമാണ്, എന്തൊരു സമാധാനമാണ്. എത്ര ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം ചുളിക്കാതെ രക്ഷപ്പെടും. എത്ര ആളുകൾ നേരിൽ കാണുമ്പോൾ ആ പുഞ്ചിരിയെ നിലനിർത്തും. സഹോദരങ്ങളെ, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എല്ലാ നിലക്കും ശരീരം മുഴുക്കെ ഒരു ഭാഗം പോലും ഒഴിവില്ലാതെ പൊട്ടിയൊലിക്കുന്ന രോഗം മൂലം പരീക്ഷിക്കപ്പെട്ടു. ആരും അടുത്തേക്ക് വരാതെയായി. അയ്യൂബ് നബി അലൈഹിസ്സലാം വല്ലാതെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വഅയ്യൂബ ഇതിനാദാ റബ്ബഹു അന്നീ മസ്സനിയൽ ദുർ. അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് ദുർ ബാധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എന്റെ നാദാ, എന്റെ റബ്ബേ, വഅൻത അർഹമുർ റഹീമീൻ, നീ അർഹമുർ റഹീമീനാണ്, അർഹമുർ റഹീമീനാണ്. രോഗം സഹിക്കവയ്യാതെ പൊട്ടിക്കരയും, വലിയ വെപ്രാളുണ്ടാവും, പ്രയാസമുണ്ടാകും. പക്ഷേ സഹോദരങ്ങളെ, രോഗിയുടെ മനസ്സിൽ റഹ്മാനായ എന്റെ റബ്ബ് ഇതും എനിക്ക് റഹ്മത്തായി തന്നതാണ്, ഇതും എനിക്ക് റഹ്മത്തായി തന്നതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസുഖം അത് വല്ലാത്തൊരു പ്രായശ്ചിത്തമാണ്, ഒരു പരിഹാരമാണ്. ചെറിയ ദോഷങ്ങൾ പുറത്തു കിട്ടാനുള്ള വല്ലാത്തൊരു വഴിയാണ്. അതെങ്ങനെ മനസ്സിലാകുള്ളൂ അറിയോ? അല്ലാഹ് റഹ്മാനാണ് എന്ന് മനസ്സിലാക്കിയാൽ, അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണെന്ന് മനസ്സിലാക്കിയാൽ സഹോദരങ്ങളെ ഒരു പ്രശ്നമില്ല. മൂന്നാമത്തെ കാര്യം, അള്ളാഹ് എല്ലാം കണ്ടറിയുന്നവനാണ്. നമ്മളെപ്പോലെയല്ല, അടിമകളായ നമ്മളെപ്പോലെയല്ല, എല്ലാം അറിയുന്നവനാണ്. രഹസ്യം, പരസ്യം, ഇരുട്ട്, വെളിച്ചം, മുറിക്കകത്ത്, പുറത്ത്, എവിടെയാണെങ്കിലും അല്ലാഹു തആല ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്, അള്ളാഹ് അടിമകളെ കണ്ടറിയുന്നവനാണ്. അല്ലെ, ഇന്നൊക്കെ മെഷീൻ വലിക്കുന്ന കാലാണ്. എവിടെയാണെങ്കിൽ ഇരുന്ന് കാണാനുള്ള കാര്യങ്ങൾ ആളുകൾ ഉണ്ടാക്കി. പക്ഷേ ഒന്ന് കാറ്റടിച്ചാൽ, കറണ്ട് പോയാൽ ഒക്കെ താറുമാറാകുകയാണ്. എല്ലാറ്റിനും ഒരു ദുർബലതയും ഒരു പരിധിയുമൊക്കെയുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന്, അള്ളാഹുവിന്റെ അറിവിന്, അള്ളാഹു കാണുക എന്നതിന്, അള്ളാഹു അറിയുക എന്നതിന് ഒരു പരിധിയുമില്ല, ഒരു അതിരുമില്ല, ഒരു തടസ്സവുമില്ല. അള്ളാഹ് എല്ലാം കണ്ടറിയുന്നവനാണ്, എല്ലാം നിരീക്ഷിക്കുന്നവനാണ്. സഹോദരങ്ങളെ, ഈ ചിന്ത നമുക്കുണ്ടെങ്കിൽ എവിടെയും റബ്ബിനെ ഓർത്ത്, റബ്ബിനെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനും മുന്നോട്ട് നയിക്കാനും സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഉൾക്കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം, ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ റഹ്മാനായ, റഊഫായ, ബസീറായ അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും ജീവിതത്തെ മുന്നോട്ട് നയിച്ചാൽ നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയേണ്ട വിധം അറിഞ്ഞാൽ മാത്രമേ ഈ സവിശേഷതകൾ, പ്രത്യേകതകൾ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വെറുതെ കേൾക്കുക എന്നതുകൊണ്ടൊന്നും നടക്കൂല. മറിച്ച് കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതൊക്കെ എന്റെ റബ്ബിനെ കുറിച്ച് റബ്ബ് പറഞ്ഞതാണല്ലോ, ഞാൻ ഇത് ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വേറെ ആരാണ് ഉൾക്കൊള്ളുക എന്ന ഒരു ചോദ്യവും ചിന്തയും നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് മറ്റെന്തിനേക്കാളും നമുക്ക് നമ്മുടെ റബ്ബിനെ സ്നേഹിക്കാനും അവനിലേക്ക് അടുക്കാനും അവന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ ശിരസാവഹിക്കാനും സാധിക്കുകയുള്ളൂ. ഈ ചിന്ത സദാസമയം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് വിട്ട് നമുക്ക് തോന്നിയതുപോലെയുള്ള ഒരു ജീവിതത്തെ വാർത്തെടുക്കാൻ സഹോദരങ്ങളെ നാം മുതിരരുത്. അത് വലിയ അപകടമാണ് എന്ന് എല്ലാ സമയവും ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 5-ാം തീയതി പുത്തനങ്ങാടി പള്ളിപ്പടിയിൽ വെച്ച് തസ്ഫിയ എന്ന ഒരു പ്രോഗ്രാം, ബഹുമാനായ ഷാഫി സ്വബാഹിയുടെ പ്രഭാഷണം അവിടെ നടക്കുന്നുണ്ട്. കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ വീഴ്ചകൾ, അബദ്ധങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, വിശ്വാസികൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات ربنا تقبل منا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين.